ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കൊരു ചട്ടി എടുത്തിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴേക്ക് ഇത്തിരി കടുകിട്ടൊന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരു വറ്റൽമുളക് രണ്ടായിട്ട് കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാനൊരു 4-5 ചെറിയുള്ളിയും ഒരു ചെറിയ കഷ്ണം സവോള എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ടൈപ്പ് സവോളയുടെ അരമുറി എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 7-8 ചെറിയ ഉള്ളി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്താലും മതി. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പിലോട് ചേർത്ത് കൊടുത്തു. ഇനി ഇതുകൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് വഴണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി കിട്ടണം, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്കിതിനകത്തേക്ക് പച്ചമുളക് വേണം. ഒരു 2 പച്ചമുളക് ഞാൻ ചേർക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നമ്മളിതിന് മുളക് പൊടിയും ഒക്കെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അധികം എരിവില്ലാത്ത മുളകായതുകൊണ്ടാണ് ഞാൻ 2 ചേർത്തത്. നല്ല എരിവുള്ളതാണെങ്കിൽ 1 ചേർത്താലും മതി. എന്നിട്ട് ആ മുളക് കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വാടി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇതൊരു 10ഓളം വെണ്ടയ്ക്കയുണ്ട്. ഒരു മീഡിയം ടൈപ്പ് 10 വെണ്ടയ്ക്കയാണ്. ഞാൻ കുറച്ച് നീളത്തിലുള്ള പീസാക്കി കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. വെണ്ടയ്ക്ക ചേർത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് സോഫ്റ്റ് ആവണ്ട, എന്നാലും ആ ഒരു വഴുവഴുപ്പൊക്കെ ഒന്ന് മാറി കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വഴുവഴുപ്പ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ആവശ്യത്തിന് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്ക എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ അടച്ച് വെച്ചൊക്കെ വേവിക്കാതിരിക്കുക. അടച്ച് വെച്ചൊക്കെ വേവിക്കുമ്പോഴാണ് ആ ഒരു വഴുവഴുപ്പ് വരിക. എന്നിട്ട് വെണ്ടയ്ക്ക ഒന്ന് വാടി തുടങ്ങുന്ന ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്കിതിനകത്തേക്ക് ഒരു ചെറിയ തക്കാളി, നല്ല പഴുത്ത തക്കാളി എടുക്കണം കേട്ടോ. അതുകൂടി ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം, നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ട്. എന്നിട്ട് അതും ഒരുപാടങ്ങ് വഴളുന്ന ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി വരണം, അത്രയും മതിയാവും കേട്ടോ. ഒത്തിരി അങ്ങ് ഉടയുന്ന പരുവമൊന്നും ആവണം എന്നില്ല. നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കുക. ഒരു ചെറിയ തക്കാളി മതി, ഒരുപാട് വലുത് എടുക്കണ്ട കേട്ടോ. ചെറിയ നല്ല പഴുത്ത തക്കാളി എടുക്കുക. ഇനി ഇതൊന്ന് ഇത്തിരി നേരം ഒന്ന് സോഫ്റ്റായി വരുന്നവരെ നമുക്കൊന്ന് ഒതുക്കി വെച്ച് കൊടുത്താൽ മതി. ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരട്ടെ കേട്ടോ. ആ സമയത്ത് നമുക്കിതിനകത്തേക്ക് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം ഒഴിക്കുമ്പോഴും ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, അത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം മതി. അതുപോലെ തന്നെ വെണ്ടയ്ക്ക അങ്ങ് കുഴഞ്ഞു പോകരുത്, അതും പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഉടഞ്ഞങ്ങ് കലങ്ങുന്ന പരുവം ആവരുത്. ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആ പൊടികൾ ചേർത്തിട്ട്, അതായത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് അതിൻ്റെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറുന്ന വരെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒന്ന് വഴറ്റുക. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തിളച്ച് ഒന്ന് വെന്ത് വരട്ടെ. ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിനകത്തേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. ഇതൊന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു 1.5 പിടിയോളം തേങ്ങ കേട്ടോ, 1.5 പിടിയോളം തേങ്ങ എടുക്കുക. ഒരു 2-3 ചെറിയ ഉള്ളി, ഒരു പൊട്ടുപുളി, ഈ പാത്രത്തിൽ കാണുന്ന പോലെ സ്വല്പം എടുക്കാവൂ, കാരണം നമ്മൾ ഓൾറെഡി തക്കാളി ചേർത്തിട്ടുണ്ട്. ഒരു 3 വറ്റൽമുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ജസ്റ്റ് ഒരു പേരിന് വേണ്ടിയിട്ട്, ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് ചേർക്കുന്നത്, കാരണം നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവ് കുറവ് വേണ്ടുന്നവർക്ക് പച്ചമുളകിൻ്റെയും വറ്റൽമുളകിൻ്റെയും അളവ് കുറയ്ക്കുക കേട്ടോ. എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു 1-2 നുള്ള് ഉലുവ കൂടി ചേർത്ത് കൊടുക്കുക. ഉലുവ പൊടി ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഒരു നുള്ള് ഉലുവ പൊടി ആ കറിയിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുന്നേ 1 നുള്ള് ഉലുവ പൊടി ചേർത്ത് കൊടുത്തിട്ട് ഓഫ് ചെയ്താലും മതി. ഉലുവ പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 2 നുള്ള് ഉലുവയുടെ അളവ് ഒരുപാട് കൂടരുത്, ഒരു കയ്പ്പ് രസം വരും കേട്ടോ. അപ്പോൾ എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ബാലൻസ് ചെയ്യുക, എത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ. ഒരു പൊട്ട് പുളിയെ ചേർക്കാവൂ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല മഷി പോലെ അരച്ച് കൊണ്ടുവരാം. ആ സമയത്ത് നമ്മുടെ വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ അരച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് എത്രത്തോളം വെള്ളം വേണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് അങ്ങ് ലൂസാവരുത്, ഓവറായിട്ട് തിക്കാവുകയും ചെയ്യരുത്. അപ്പോൾ ഒരു ഇത്തിരി കൂടി ലൂസാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. കണ്ടോ, കുറച്ച് തിക്കാണ്. ഇനി നമുക്ക് ആ ഒരു മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഉപ്പ് കുറവായിട്ട് എനിക്ക് തോന്നി, ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്, മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം, ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ എന്താ, ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ആ മിക്സിയുടെ ജാറ് കഴുകി ഞാനതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാടിട്ടങ്ങ് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ തേങ്ങയുടെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറണം കേട്ടോ, അത്രയേ ഉള്ളൂ. മീനൊന്നും ഇല്ലാത്തപ്പോൾ ഒക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ.
ഈ ഒരു കറി മാത്രം മതി ശരിക്കും ചോറിനാൻ. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. നമുക്കൊരു 5 മിനിറ്റ് പോലും വേണ്ട നമുക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാൻ. അറിയാമല്ലോ, വെണ്ടയ്ക്കൊക്കെ അധികം വേവില്ല, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ ഈ അരപ്പും കൂടെ അരച്ച് അതിൽ ചേർക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ. ഒരുപാടിട്ടങ്ങ് അരപ്പ് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ അത്യാവശ്യം തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ച് വയ്ക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റും കൂടെ അത്രയും വെച്ചിരുന്നാൽ മതി കേട്ടോ. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, എരിവും ഉപ്പും ഒക്കെ ചെക്ക് ചെയ്ത് നോക്കാം. എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഓവറായിട്ട് അങ്ങ് തിക്കാക്കരുത്, ഇതിൽ കൂടുതൽ ലൂസാക്കിയും എടുക്കരുത്. ഇത് ഇരിക്കുമ്പോൾ ഒരു ഇത്തിരി കൂടി കുറുകും കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഇരിക്കുമ്പോൾ ഒരു ഇത്തിരി കൂടി, കാരണം തേങ്ങ ചേർത്ത് നമ്മൾ അരയ്ക്കുന്നതാണല്ലോ, അപ്പോൾ ഒരു ഇത്തിരി കൂടി തിക്കാവും. അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ വെക്കുക. അപ്പോൾ ഇത്രയും മതിയാവും. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഒരു ഇത്തിരി പച്ച വെളിച്ചെണ്ണ കൂടി മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഒരു ടീസ്പൂൺ മതിയാവും ഒഴിച്ചിട്ട് അങ്ങനെ ഇത്തിരി നേരം ഒന്ന് അടച്ചും കൂടി വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ കടുക് വറുക്കുന്നില്ല, ഓൾറെഡി നമ്മൾ കടുക് വറുത്ത് താളിച്ചതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിച്ച് കടുകും കുറച്ച് ചെറിയ ഉള്ളി മൂപ്പിച്ചതും കൂടി മൂപ്പിച്ച് ചേർത്താലും നല്ല ടേസ്റ്റാണ്. ഒരിത്തിരി അങ്ങനെ വേണ്ടുന്നവർക്ക് അങ്ങനെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല, നമ്മൾ ഓൾറെഡി കടുക് വറുത്തെടുത്താണല്ലോ. ചെറിയ ഉള്ളിയൊക്കെ മൂപ്പിച്ച് ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വെണ്ടയ്ക്ക കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തതെല്ലാം ഒന്ന് കണ്ട് നോക്കുക. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വെണ്ടയ്ക്ക റെസിപ്പീസ് നമ്മൾ അതിൽ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. 3 ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക, എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടൂ. അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്, റിപ്ലൈ തരുന്നതായിരിക്കും. എന്തെങ്കിലും പുതിയ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് അതൊന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നേരത്തെ വീഡിയോസൊക്കെ കാണാത്തതെല്ലാം ഒന്ന് കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്കും ട്രൈ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് വരിക. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യാനും ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും വ്യത്യസ്തമായ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വ്യത്യസ്തമായ പുതിയ റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.